ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സ്കൂൾ തുറക്കല്ലേ നാളെ? കുറച്ച് കുട്ടികൾക്ക് ജൂൺ 3-നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇവിടുന്ന് രണ്ടുപേരാണ് സ്കൂളിൽ പോകാനുള്ളത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നോക്കാം. രണ്ടാൾക്കും ഫസ്റ്റ് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 12 നോട്ട്ബുക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ 24 നോട്ട്ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പേപ്പർ ഗ്രിഡ്, ബ്ലൂ ബേർഡ്, അതുപോലെ അപ്സര, ഇങ്ങനെ 3 ടൈപ്പ് നോട്ട്ബുക്ക് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ബ്ലൂ ബേർഡിന്റെ പേജിന് കുറച്ചൊരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്സരയുടെ ബുക്കുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പൊ ഇതിന്റെ കളറും അതുപോലെ അപ്സരയുടെ പേജിന്റെ കളറും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ കളർ വൈസ് ആണെന്നുണ്ടെങ്കിലും ടെക്സ്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാനത് റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ക്വാളിറ്റി കണ്ടപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ വൃത്തിയാക്കി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വാങ്ങിച്ചിട്ടുള്ളത് കാണിക്കുന്ന ഷൂ ആണ്. ഷൂ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ സൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നത് വേറൊരു മോഡലായിരുന്നു. ഇപ്പം ഈസിലി ഇടാൻ പറ്റുന്ന രീതിക്കുള്ള ഷൂ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ക്വാളിറ്റി വൈസ് ഒക്കെ നല്ലതാണ്, റേറ്റ് വൈസും ഓക്കെ ആണ്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൗച്ചസ് ആണ്. അപ്പൊ കളർ ഇടാനും അതുപോലെ പെൻസിലും സ്കെയിലും കാര്യങ്ങളും ഇടാനും വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ രണ്ടുപേരും രണ്ട് കളർ തീമൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരാളത് പിങ്ക് ആണ്, അതിൽ പെന്നും സ്കെയിലും പെൻസിലും കട്ടറും റേസറും എല്ലാം അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരാളുടേത് വരുന്നത്. രണ്ടാമത്തെ ആളത് വരുന്നത് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലൊക്കെയാണ് ബോക്സ് ഉള്ളത്. ആദ്യത്തേത് ബ്ലൂ ആണ്, നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ അവള് ആകെ വെച്ചിട്ടുള്ളത് ഒരു കട്ടറും റൈസറും സ്കെയിലും ആണ്. അപ്പൊ ഇനി കളേഴ്സിന്റെ ബോക്സ് കാണിക്കാം. കളേഴ്സിൽ ഒരാളത് പർപ്പിളും ഒരാളത് പിങ്കും ആണ്. അപ്പൊ അതിലാണ് ബാക്കി പെൻസിലും സ്കെയിലും ഒക്കെ വെച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള കളേഴ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൽ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. സ്കെച്ച് ഉണ്ട്, അതുപോലെ ക്രയോൺസ് ഉണ്ട്, പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറച്ച്. അതും ഇതേപോലെ കളർ തീം തന്നെ നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. ഒരു പർപ്പിൾ ഷെയ്ഡും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. ഇവരുടെ ഒക്കെ ഒരു കാര്യം, നമ്മൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെൻസിലും ഒരു സ്കെയിലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തൊക്കെയാ വേണ്ടത് എന്നറിയോ? ഇതില് പിങ്ക് ബോക്സ് ആണ്. അപ്പൊ ഇതില് കളേഴ്സും ഇതേപോലെ രണ്ടുപേർക്കും ഒരേപോലെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇനി രണ്ടാമത്തെ ആളുടെ കാണിക്കാം. അതിലും സെയിം കളർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ എത്ര കാലം ഇതുപോലെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. രണ്ടുപേരുടെയും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഒരു കളർ പോലും ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതിലും നേരത്തെ കാണിച്ച പോലെ സെയിം സാധനങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. രണ്ടുപേരും പെൺകുട്ടികളായതുകൊണ്ട് സെയിം സാധനം ഡിഫറെന്റ് കളേഴ്സ്, ഇത് അവർക്ക് നിർബന്ധമാണ്. സെയിം കളർ വാങ്ങിക്കാൻ എന്തായാലും സമ്മതിക്കില്ല, കാരണം ഇത് ആരതാ മിക്സ് ആവുക എന്നുള്ളതും നമുക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാണ്ട് പോരാൻ തോന്നിയില്ല, ഒരു അടിപൊളി വിന്റേജ് ഡയറി. ഇതിൽ 3 ടൈപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സും ആയിട്ടുള്ള ഒരു തീം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബേർഡിൻ്റെത് ഉണ്ടായിരുന്നു, പിന്നെ വരുന്നത് ഒരു റോസാപ്പൂവിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെനിക്ക് ബട്ടർഫ്ലൈ ആണ് ഇഷ്ടമായത്. അപ്പൊ ഞാൻ ബട്ടർഫ്ലൈന്റെ എടുത്തു. ആക്ച്വലി ഇതിന് 350 റുപ്പീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഏതോ എന്ത് ഭംഗിയാ കാണാൻ. അതിന്റെ പേജസ് ഒക്കെ നോക്ക്, ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു. പിന്നെ ഇതില് ഒരു ബുക്ക് മാർക്കും ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഇതിന്റെ ഫ്രണ്ട് പേജിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. അത് അതിൽ തന്നെ ഞാൻ പിന്നെ ഇട്ട് വെക്കുക ചെയ്തത്, കാരണം മിസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് ആ ഡയറി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പറയണേ. നിങ്ങളുടെ നാട്ടിലും ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും. അവിടെ എത്രയാ വില എന്നുള്ളത് കൂടെ പറയൂ കേട്ടോ. ഞാനിത് മുമ്പ് നമ്മുടെ എജുമാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല റേറ്റ് ഉണ്ട്. എനിക്കൊന്ന് 450 420 എന്തായാലും ഇതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് നെയിം സ്ലിപ്പാണ്. അത് സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് തന്നെ വേണമെന്ന് രണ്ടുപേർക്കും നിർബന്ധം. അവരെ നിർബന്ധം പിടിച്ചാൽ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു പിങ്ക് തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.